നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരു വ്യക്തിയുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനത്താൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് വളരെ വലിയൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ, മാനസിക വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോഴല്ല, മറിച്ച് കുറച്ച് നാളുകളായിട്ട് നിങ്ങളിൽ പല ആളുകളും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നത് എന്ത് കാര്യത്തിനും നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന ഒരു ആളാണെന്നാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി അവരെ ശ്രദ്ധിക്കാനോ അവരോട് മത്സരിക്കാനോ ഒന്നും ഒരിക്കലും താല്പര്യം കാണിക്കുന്നവരല്ല. പക്ഷേ അവർ എപ്പോഴും നിങ്ങൾക്ക് മേൽ ഒരു കണ്ണ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, നിങ്ങളെവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അവർ എപ്പോഴും വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അതേപോലെ തന്നെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ചെയ്യാനായിട്ടാണ് അവർ എപ്പോഴും ശ്രമിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തിനും ഏതിനും മത്സരിക്കുകയാണെന്നുള്ളതാണ്. കാരണം അവർക്ക് മുന്നിൽ നിങ്ങൾ എത്തുന്നതിൽ അവർ വളരെയധികം അസൂയപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചാലും അവർ നിങ്ങളെ വിടാതെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ശത്രുതയേക്കാൾ കൂടുതൽ അസൂയയും മത്സരബുദ്ധിയുമാണ് ഉള്ളതെന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയധികം അകൽച്ച അല്ലെങ്കിൽ ഒരു വിരോധം വന്ന് ചേർന്നത് എന്ന് ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു വാക്ക് തർക്കത്തിലോ അല്ലെങ്കിൽ ഒരു വഴക്കിലോ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു കാരണവുമില്ലാതെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് അകലം പാലിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സമീപനത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, പുരോഗതി ഇവയൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. അവരെക്കാൾ കുറച്ച് മുകളിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മുകളിൽ നിങ്ങൾ എത്തിയതിലുള്ള ഒരു അസൂയയും ദേഷ്യവുമൊക്കെ ആയിരിക്കാം ആ ഒരു വ്യക്തിയിൽ ഇത്തരമൊരു അകൽച്ചയും മത്സരബുദ്ധിയും ഉണ്ടാക്കിയത്. ഇവിടെ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ മത്സരബുദ്ധിയും അസൂയ നിറഞ്ഞ നോട്ടവും നിങ്ങളിൽ നിന്നും മാറിപ്പോവുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളും നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവർക്ക് നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർ ഓടി നടക്കുമ്പോൾ അവിടെ നിങ്ങളെ നിരീക്ഷിക്കാനോ നിങ്ങളെക്കുറിച്ച് അറിയാനോ അവരിപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വലിയൊരു മാറ്റം ഈ ഒരു സമയം വന്ന് ചേരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിൽ നിന്നും മാറി പോകുന്നത് കൊണ്ടാണ്. ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷം, സമാധാനം ഇവയൊക്കെ കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങൾ സ്വന്തമായിട്ടെടുത്ത തീരുമാനത്തെ അല്ലെങ്കിൽ നിങ്ങളിലെ കഴിവ് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ
നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിങ്ങൾക്ക് നേരെ ഉയർത്തുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. അതായത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളെടുത്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യത്തോടെ സ്ഥിരതയോടെ നിങ്ങൾക്ക് എല്ലാ എതിർപ്പുകൾക്കിടയിലും ഒരു വിജയം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം ഉണ്ടാവുന്നുണ്ട്. തുടക്കമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് പാതി വഴിയിൽ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ജോലി, പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഫലം കാണാത്ത ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വീണ്ടും ഒരു പരിശ്രമം കൂടി നടത്താം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുന്നതാവാം. അതേപോലെ തന്നെ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ശീലങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് പുതിയൊരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ പോകുന്നതുമാവാം. അപ്പോൾ അത്തരത്തിൽ ചില പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്നൊക്കെ സ്വയം തിരിച്ചറിയാനായിട്ട് പലരും തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് ചില ഓഫറുകൾ, സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള വാർത്തകൾ തന്നെയായിരിക്കാം എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.